അതിന് നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്റെ തോളത്തിട്ട് വളർത്തിയതാ മൂന്നെണ്ണത്തിനെ. അവനോട് വക്കീലിനെ പോലെ വാദിക്കണു. വിവരം കൂടിയിട്ടാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം. അടയ്ക്കാ മരായ പറ്റൂല. കുഞ്ഞമ്മാമോട് ഞാൻ എന്താ പറയാ സെൽറ്റേക്ക? പാവം നളിനി, അവളോട് ഞാൻ എന്താ പറയാ? ഇതിപ്പോ നിങ്ങള് വിചാരിക്കാണ്ടല്ലോ. നിങ്ങളുടെ മനസ്സോർക്കറിയാം. ഒക്കെ പഠിച്ചോ നേരെയാക്കും. അല്ലെങ്കിൽ എന്താ മൂപ്പര ഇരിക്കണത്? നിങ്ങൾ സമാധാനിക്ക്. എന്ത് പണിയാ രാഘവായി കാട്ടിയത്? ഒരു വെളിച്ചം കൂടെ ഇല്ലാതെ ഇരുട്ടത്ത് ഇറങ്ങി പോരാ. അവിടെ മാറുതി കരച്ചിലോട് കരച്ചില്. വാ പോവാം. കുഞ്ഞനായരെ, നിങ്ങളുടെ അനന്തരവൻ ആകെ ബേജാറായിട്ടിരിക്കുക. എന്നെ വിളിച്ചു. ഞാൻ നീറ്റ് വന്നപ്പോ ഈ കടമ്പയിലിരുന്ന് പൊട്ടി പൊട്ടി കരിയ. എന്തിന്? അത് പോട്ടടാ. എടാ, ഈ കുഞ്ഞുമാമ അങ്ങനെയൊന്നും വിഷമിക്കുന്ന ആളല്ല. തറവാട് വിറ്റ് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരെ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല. എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അച്ഛേട്ടന്റെ ഭാര്യയും മക്കളും പീഡിയത്തിട്ട് കിടക്കുന്നത് കാണാൻ വയ്യ. അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നാളെ എന്റെ മോളിൽ വിളിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങട്ടെ. അതുകൊണ്ടില്ല. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ കുഞ്ഞമ്മാമേ? അല്ല, ഞാൻ പറയാ. വാ പോ. ചെല്ല്. ഒക്കെ നേരാവുന്നേ. ചെന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങും. ചെല്ല്. എങ്ങടാ പോയത്? ഇനി ഇവിടെ എങ്ങനെ ഇരുന്ന് തണുപ്പുള്ളാതെ പോയി കിടക്ക്. കുഞ്ഞമ്മാമ പോയി കിടന്നോളൂ. നളിനി അവളെന്ത് പറഞ്ഞു? കൊറേ കരഞ്ഞു. അല്ലാണ്ട് എന്താ പറയാ? ഞാൻ വിചാരിച്ചൊക്കെ വെറുതെയാ. എന്റെ വാക്കിന് ഒരു വിലയിലുണ്ടായി. സാരല്ല, സമാധാനിക്ക്. ഏട്ടാ, എന്റെ കാര്യോർത്ത് ഏട്ടൻ വിഷമിക്കരുത്. എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു. ഒക്കെ അതിമോഹമായിരുന്നു. മോളെ, നീ ഒന്നും പറയണ്ട. ഒക്കെ ഏട്ടനറിയാം. ഇല്ല ഏട്ടാ, ഈ വീട്ടില് എന്നും സന്തോഷം ഉണ്ടാവണം. വാശി കാണിക്കേണ്ട കാര്യമല്ല ഇത്. വിജയേട്ടന്റെ ജീവിതത്തിന്റെ കാര്യം ഏട്ടനത് ആലോചിച്ച് നടത്തി കൊടുക്കണം. വിജയേട്ടൻ വലിയ ആളായി കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ല ഏട്ടാ. വലിയ ആളാവട്ടെ. പണവും പദവിയും പ്രശസ്തി ഒക്കെ ഉണ്ടോട്ടെ. നമുക്കത് കണ്ട് സന്തോഷിക്കാം. എന്താ വേണ്ടേ? മേനോ സാറ് അച്ഛൻ ഓഫീസിലുണ്ടാവും. അങ്ങോട്ട് പോയിക്കോളൂ. കക്ഷികൾ വീട്ടിൽ വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഞാൻ വിജയന്റെ ഏട്ടനാ, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ. ഓ സോറി. വരൂ, അകത്തേക്ക് വരൂ. അച്ഛൻ ഞാനാണ്. വേഗം ഇങ്ങോട്ട് വരണം. വേണം, വെരി അർജന്റ്. ഒരാള് വന്നിട്ടുണ്ട്. നോ, അതൊരു സർപ്രൈസ് ആവട്ടെ. വരൂ, അപ്പൊ കാണാം. വെരി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. അച്ഛൻ ഇപ്പൊ വരും. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വെള്ളം മതി. ഞാൻ ചായ എടുക്കാം. എന്താ കുട്ടിയുടെ പേര്? ശോഭ. അല്ല, ആരാത്? ഇരിക്കൂ ഇരിക്കൂ. ഫോൺ ചെയ്തപ്പോ ശോഭ പറഞ്ഞില്ല ആരാ ഗസ്റ്റ് എന്ന്.
ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ. 2 മർഡർ കേസിന്റെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. സാറിന് തിരക്കില്ലാത്ത ദിവസം ഇല്ലല്ലോ. 25 വർഷമായി കോടതിയും കേസും. കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. കുട്ടികളാരും നമ്മുടെ ലൈന് വന്നില്ല. ഇവളാണെങ്കിൽ പഠിക്കാൻ മടിച്ചിയും. ഒരു കലക്കിന് MA പാസ്സാക്കിയെടുത്തു. സാറിന് എത്ര മക്കളാ? 3, 2 പെണ്ണും 1 ആണും. മൂത്തവൾ വിവാഹം കഴിച്ച് ബോംബെ സെറ്റിലറാ. മകൻ ഡോക്ടറാ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവന്റെ വൈഫ് ഡോക്ടറാ. അയാളാണ് എന്നോട് പറഞ്ഞത്, അച്ഛന്റെ ക്ലെവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവുമല്ലോ എന്ന്. എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ്. വെരി ഇന്റലിജന്റ് യങ് മാൻ. വളരെ പ്ലീസിംഗ് ആണ്, ഒബീഡിയന്റ് ആണ്. ശോഭയ്ക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു. ഒരു സെക്കൻഡ്. ആ വരണം. ഇല്ല, ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. പിന്നെ ഏട്ടന് കുറച്ച് ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ പാടത്ത് പണി നടക്കുക. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ മതിയോ സാർ? പോരാ, ഏട്ടൻ തന്നെ വരണം. നാളെ നകത്തേക്ക് വന്നേ, ഒരു കാര്യം പറയാം. ഈ ഏട്ടനാണോ പാടത്ത് പണി നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തത്? ഏട്ടാ, ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരുമല്ല, നീ തന്നെയാ. ആ, ഇനി താൻ ഓഫീസിലേക്ക് വെക്കൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. ഇങ്ങോട്ട് താവണ്ണേ, ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. കാണു മരുവളുടെ ഫോട്ടോ. നിനക്ക് ഇഷ്ടമായോടി? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നളിയത്തിന് ഐശ്വര്യം ഇല്ല കേട്ടോ. ഐശ്വര്യക്കേടൊന്നുമില്ല, നല്ല ഐശ്വര്യമുണ്ട്. പിന്നെ ആ മുടി ഇങ്ങനെ ഇട്ടേക്കണോണ്ടാ. നല്ല ഭംഗിയുണ്ടല്ലേ ചുമ്മേ? ചേച്ചി എനിക്കും ഇഷ്ടായി. ആഹാ, മിടുക്കൻ. ആരാത്? ഒരു പെണ്ണ്. അല്ലടാ മോനെ, ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. ആരാണ്? ചെറിയമ്മ. അപ്പൊ നളിയമ്മായോ? ഒരു ദിവസം നളിയമ്മായി പറഞ്ഞല്ലോ ചെറിയ നളിയമ്മായിയാ കല്യാണം കഴിക്കണേന്ന്. ഇനി മക്കള് പോയിരുന്ന് പഠിക്കേ ചെല്ലേ. നളിനിയുടെ കാര്യം നമുക്ക് ഉടനെ നടത്തണം. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഉടനെ നടത്തണം. എല്ലാം സാറിനോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു ഏട്ടൻ. കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോൻ സാറിന്. അത് മാത്രം ഏട്ടൻ സമ്മതിച്ചില്ല. അത് പിന്നെ അവന് സഹിക്കൂടാ. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ, ദുഃഖിപ്പതിനില്ല അവകാശം. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ, ദുഃഖിപ്പതിനില്ല അവകാശം.